ജനങ്ങൾ അണിനിരന്നു കഴിഞ്ഞിരിക്കുകയാണ്. അതാണ് നമ്മൾ ഇന്ന് പാലാ നിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ നമ്മുടെ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന 10,000-ലധികം ആൾക്കാർ പങ്കെടുക്കുന്ന പടുകൂറ്റൻ മഹാറാലി. ഈ മഹാറാലി ഈ വേദിയിലേക്ക് എത്തിച്ചേരുമ്പോൾ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ നേതാക്കന്മാർ നിങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ പാലായുടെ മധ്യ കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രവും ചരിത്രവും മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ചരിത്ര നിമിഷത്തിനാണ് നിങ്ങളിപ്പോൾ സാക്ഷിയാകാൻ പോകുന്നത്. അതെ, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നിർണായകമായ പല വഴിത്തിരിവുകളും ഉണ്ടാക്കിയ മുന്നണി രാഷ്ട്രീയത്തിന്റെ ആലവാടിയായിരുന്ന കേരളത്തില് അതിന്റെ മധ്യഭാഗത്തുള്ള കോട്ടയത്താണ് ഈ പറഞ്ഞ എല്ലാ വിപ്ലവങ്ങളും നടന്നതെങ്കിൽ അതേ കോട്ടയം ജില്ലയിൽ, അതേ പാലായിൽ ഇതാ കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ മാറ്റിമറിക്കാൻ പോകുന്ന അത്യുജ്വലമായിട്ടുള്ള വലിയൊരു വിപ്ലവത്തിന് തുടക്കം കുറിക്കുകയാണ്. ആ വിപ്ലവമാണ് ശ്രീമാൻ ഷോൺ ജോർജ് നയിക്കുന്നത്. പാലായുടെ മണ്ണിൽ വിപ്ലവത്തിന്റെ പുതിയ തേരോട്ടം നടത്തുവാൻ വേണ്ടി വിപ്ലവ നായകനായിട്ടുള്ള മാറ്റത്തിന്റെ പടക്കുതിരയായിട്ടുള്ള ശ്രീമാൻ ഷോൺ ജോർജ് നയിക്കുന്ന മഹാറാലിയാണ് ഇപ്പോൾ ഈ കുരിശുപള്ളി കവലയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അതെ, പാലാ മാറുകയാണ്, കോട്ടയം മാറുകയാണ്, കേരളം മാറുകയാണ്. ഈ മാറ്റം നമ്മൾ ഏറ്റെടുക്കുകയാണ്. ഈ മാറ്റത്തിന് നമ്മൾ നേതൃത്വം കൊടുക്കുകയാണ്. വരാൻ പോകുന്ന കേരളത്തിന്റെ രാഷ്ട്രീയ ദിശാസൂചിക എങ്ങനെയായിരിക്കണമെന്നും എങ്ങോട്ടായിരിക്കണമെന്നും ആര് നയിക്കണമെന്നും നമ്മുടെ ലക്ഷ്യമെന്താണെന്നും ഒക്കെ തന്നെ ഇപ്പോൾ ഇവിടെ നേതാക്കന്മാർ നമ്മളോട് സംസാരിക്കും. അതുകൊണ്ട് ഇന്ന് ഇവിടെ ഈ മഹാറാലിയിൽ അണിചേർന്ന 10,000-കണക്കിന് പ്രവർത്തകരെയും അതുപോലെ തന്നെ ഈ പ്രവർത്തനത്തിന്റെ പിന്നണിയിലും മുന്നണിയിലും നിന്ന് പ്രവർത്തിച്ച എല്ലാവിധ നേതാക്കന്മാരെയും ഇന്ന് ഈ മഹാറാലിക്ക് കൊഴുപ്പ് കൂട്ടുവാനും നേതൃത്വം കൊടുക്കുവാനും കടന്നു വന്ന ആയിരക്കണക്കിന് വനിതകളെയും അമ്മമാരെയും അഭിസംബോധന ചെയ്യാനും അഭിവാദ്യം ചെയ്യാനും അവർക്ക് നന്ദി അർപ്പിക്കുവാനും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിന്റെ തീയതി വരെ നമ്മൾ ഓരോരുത്തരും നിതാന്ത ജാഗ്രതയോടുകൂടി നമ്മുടെ പ്രദേശങ്ങളിൽ, നമ്മുടെ ബൂത്തുകളിൽ, നമ്മുടെ ഗ്രാമങ്ങളിൽ വീടാന്തരം ഈ മഹത്തായ സന്ദേശം എത്തിച്ചുകൊണ്ട് വൻപിച്ച വിജയം, വിപ്ലവകരമായ വിജയം, മഹത്തായ ഒരു മാറ്റം നമ്മുടെ നാടിന് ഉണ്ടാക്കി തരണമെന്ന് അഭ്യർത്ഥിക്കാൻ വേണ്ടിയാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സമാദരണീയരായിട്ടുള്ള നേതാക്കന്മാർ ഇപ്പോൾ ഈ വേദിയിൽ നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത്. അതെ, കേരളം മാറുകയാണ്, പാലാ മാറുകയാണ്, കേരള രാഷ്ട്രീയം മാറുകയാണ്. നാളെയുടെ പുതിയ വഴികാട്ടിയായിക്കൊണ്ട് പുതിയ നേതാക്കന്മാർ ഉദയം ചെയ്യുകയാണ്. ഇന്നുവരെ കേരളം കണ്ടിട്ടില്ലാത്ത രാഷ്ട്രീയ പരിവർത്തനത്തിന് നമ്മൾ ഇവിടെ നന്ദി കുറിക്കുകയാണ്. ഇത് ഇന്ത്യൻ രാഷ്ട്രീയ വർണ്ണവർഗ വ്യത്യാസമില്ല, ഏതു നേരവും നമ്മളോടൊപ്പമുള്ള ഈ ഗ്രാമവീഥിയിലൂടെ നമ്മളോടൊപ്പം നടക്കുന്ന ഈ നാടിന്റെ ഹൃദയത്തുടുക്കുകളിൽ നെഞ്ചിലേറ്റിയ ഈ ഗ്രാമത്തിന്റെ പുത്രൻ, ഈ നാടിന്റെ പുത്രൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജിന് താമര എന്ന പ്രണടയാളത്തിലാവട്ടെ നമ്മുടെ ഓരോരുത്തരും അഴിമതിയില്ലാത്ത സംശുദ്ധമായ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ BJP ഇന്ത്യയെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഷോൺ ജോർജിന് താമര ചിഹ്നത്തിലെ നാടിനടുത്ത് നന്മ നിറയട്ടെ, BJP വരട്ടെ, കൂടെ വികസനത്തിന്റെ പുത്തൻ അശ്വമേറ്റ്. നമ്മുടെ ചിഹ്നം വിജയാളുകളുടെ ചിഹ്നം താമര എന്നും മനസ്സിൽ മാറയാതെ താമരയാണ് നമ്മുടെ ചിഹ്നം. അഡ്വക്കേറ്റ് ഷോൺ ജോർജാണ് നമ്മുടെ സാധനം. കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രം മാറ്റുമ്പോൾ തീർച്ചയായിട്ടും ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിന്റെ ഈ ഭൂമിയിൽ മാറാത്തത് മാറും, കേരളവും മാറും. അങ്ങനെ ഭാരതത്തോടൊപ്പം കേരളത്തിന്റെ ഈ മാറ്റത്തെ അംഗീകരിക്കാൻ കഴിയുന്ന തരത്തിൽ കേരള ജനതയുടെ മനസ്സ് രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, ആകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കടന്നു വന്നിരിക്കുന്ന മഹാറാലി. 10,000-കണക്കിന് പുരുഷന്മാരും വനിതകളും യുവാക്കളും യുവതികളും ഉദ്യോഗസ്ഥരും തൊഴിലാളികളും അടക്കമുള്ള എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരേപോലെ അണിനിരക്കുന്ന ഈ മഹാറാലി പാലയുടെ കോട്ടയത്തിന്റെ മാത്രമല്ല, കേരളത്തിന്റെ അല്ല, കേരളത്തിന്റെ ദക്ഷിണേന്ത്യയുടെ രാഷ്ട്രീയ ചിത്രം മാറ്റിമറിക്കുന്ന ഒരു പുതിയ തുടക്കമാണ്. കാരണം ഇത് ജനങ്ങളുടെ ആവശ്യമാണ്, ഇത് ജനങ്ങളുടെ ആവേശമാണ്. കാരണം ഈ കാലഘട്ടമത്രയും നമ്മൾ വഞ്ചിക്കപ്പെടുകയായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസുകാരനും പറഞ്ഞ കള്ളക്കഥകളിൽ അഭിനയിച്ച് ഒതുങ്ങിപ്പോയ ഒരു വലിയ ജനതയുടെ ശാപമോക്ഷമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ മോചനത്തിന് വേണ്ടി ദേശീയ ജനാധിപത്യ സഖ്യം ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും നയിച്ചുവെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ മോചനത്തിന് വേണ്ടി, മോക്ഷത്തിന് വേണ്ടി ദേശീയ ജനാധിപത്യ സഖ്യം പാലായിൽ നിന്ന് തുടക്കം കുറിക്കുകയാണ്.
മുഴുവനും പടർന്ന് പന്തലിച്ച് കേരളത്തിന്റെ സാമൂഹിക മനസാക്ഷിയെ, രാഷ്ട്രീയ ഭൂപടത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു വലിയ ശക്തിയായി, വലിയ ആവേശമായി, അലകടലായി, വലിയ തരംഗമായി മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മുടെ കൺമുമ്പില് നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേ കേരള രാഷ്ട്രീയത്തെ പുതിയ ദിശാബോധത്തിലേക്ക് നയിക്കാൻ കഴിയുന്ന ഭാരതീയ ജനതാ പാർട്ടി, ആ ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം നിൽക്കുന്ന ദേശീയ ജനാധിപത്യ സംഘത്തിലെ സഖ്യകക്ഷികളായിട്ടുള്ള PDJS ഉണ്ട്, 2020 എന്ന് പറയുന്ന പാർട്ടിയുണ്ട്, നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് ഉണ്ട്, നാഷണൽ ഫാർമേഴ്സ് പാർട്ടി ഉണ്ട്, ശിവസേനയുണ്ട്, നിരവധി പാർട്ടികൾ. അതായത് ഇടത് വലത് മുന്നണികളിൽ നമ്മൾ കണ്ടിട്ടുള്ള ആ രാഷ്ട്രീയ മുന്നണികളേക്കാൾ യാഥാർത്ഥ്യബോധമുള്ള, സത്യസന്ധതയുള്ള, ആത്മാർത്ഥതയുള്ള, ആവേശമുള്ള, അർപ്പണബോധമുള്ള ജനനായകന്മാരാണ് ഇപ്പോൾ നമ്മുടെ ഈ ദേശീയ ജനാധിപത്യ സഖ്യത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ജനനായകൻ പാലായിൽ ശ്രീമാൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ഇതാ ഈ വേദിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം.